ഈ സെഷനിലൂടെ ലക്ഷ്യമിടുന്നത് നാഷണൽ സർവീസ് സ്കീം എന്ന മഹാസംഘടനയുടെ തത്വചിന്താപരമായ ബാക്ക്ഗ്രൗണ്ട്, ഫിലോസഫിക് ബേസിസ്, അടിസ്ഥാനം, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഹിസ്റ്ററി, ഇതിന്റെ ഒരു ഇവല്യൂഷൻ, എങ്ങനെയാണ് ഇത് ഉണ്ടായി വന്നത്, അതുപോലെ ഇതിന്റെ ചില ചിഹ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അത്തരം ചില കാര്യങ്ങളിൽ ഊന്നിയാണ് നമ്മളുടെ ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സ്ലൈഡിലേക്ക് ശ്രദ്ധിച്ചാൽ 3 മഹാന്മാരെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ആരൊക്കെയാണ്? മഹാത്മാഗാന്ധി, നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവായ മഹാത്മജി, സ്വാമി വിവേകാനന്ദൻ, അടുത്തത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായ സ്വാമി വിവേകാനന്ദൻ. മൂന്നാമതോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി, രണ്ടാമത്തെ രാഷ്ട്രപതി, വിദ്യാഭ്യാസ വിചക്ഷണൻ, അധ്യാപകൻ, അങ്ങനെ പല മേഖലകളിലൂടെയും കടന്നുപോയിട്ടുള്ള വളരെ മികച്ച പ്രതിഭാശാലിയായ ആദരണീയനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 3 മഹത് വ്യക്തിത്വങ്ങളാണ്, ഇന്ത്യ കണ്ട ഏറ്റവും മഹത് വ്യക്തിത്വങ്ങളിൽ 3 പേർ. ഇവരുടെ ചിന്തകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇവരുടെ ചിന്താധാരകളിൽ അധിഷ്ഠിതമായ ഒരു താത്വിക അടിത്തറ നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിനുണ്ട്. ഇവരുടെ 3 പേരുടെയും ചിന്താധാരകൾ നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ വളരെ ശക്തിയോടുള്ള മുന്നോട്ട് പോക്കിനെ സഹായിച്ചിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീം ഉണ്ടായി വന്നത് തന്നെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ചിന്താധാരകളിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അന്നത്തെ കലാലയ വിദ്യാഭ്യാസത്തിന് ചില പോരായ്മകളുണ്ട്. കലാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സിലബസിൽ അധിഷ്ഠിതമായി അല്ലെങ്കിൽ പുസ്തകങ്ങൾ അധിഷ്ഠിതമായി ആർജിക്കുന്ന അറിവുകളല്ല പൂർണ്ണമായ അറിവെന്നും, അതുകൊണ്ട് മാത്രം ഇന്ത്യൻ യുവജനതയെ ശരിയായ പൗരന്മാരാക്കി മാറ്റാൻ സാധിക്കില്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അന്നേ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും എഴുത്തിലുമൊക്കെ പ്രകടിപ്പിച്ചൊരാശയമാണ് ഇന്ത്യയുടെ കലാലയങ്ങളിലെ വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹ്യ സേവനത്തിന് കൂടി സ്ഥാനം കൊടുക്കണമെന്ന്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയും ക്യാമ്പസും തമ്മിൽ ബന്ധമുണ്ടാവണം. ക്യാമ്പസിനെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് പറിച്ചു നടണം ഇടയ്ക്കെങ്കിലും. അതിലൂടെ ഉണ്ടാകുന്ന അനുഭവജ്ഞാനം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ വലിയ മുതൽക്കൂട്ടാകും. അവരുടെ പൂർണ്ണമായ ശേഷികളെ അത് പുറത്തെടുക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമായി. എന്നാൽ അധികം താമസിയാതെ തന്നെ 1948 ജനുവരിയിൽ തന്നെ അദ്ദേഹം മഹാത്മജി വെടിയേറ്റ് മരിച്ചു. ഈ സമയത്ത് മരണശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മഹാത്മാഗാന്ധിജിയുടെ അടിമ ശിഷ്യൻ കൂടിയായിരുന്ന, രാഷ്ട്രീയ ശിഷ്യൻ കൂടിയായിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നമ്മുടെ മഹാത്മജിയുടെ ഈ ഒരു ആശയം, കലാലയങ്ങളിലെ വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹ്യ സേവനം എന്ന ആശയം പൊടിതട്ടിയെടുക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ഇന്ത്യയുടെ കലാലയങ്ങളിൽ അത്തരം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കിയെടുക്കുവാൻ ഒരു സംവിധാനം, അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി 1948 UGC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷനെ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നിയമിക്കുകയുണ്ടായി, അല്ലെങ്കിൽ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മീഷനാണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ആ കമ്മീഷനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നാഷണൽ സർവീസ് സ്കീം ഉണ്ടാവാൻ ആദ്യമായി ചില ശുപാർശകൾ നടത്തിയ ആദ്യത്തെ ഭരണഘടനാപരമായ ഒരു സംഘടന, അല്ലെങ്കിൽ ഒരു ഏജൻസി. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് നമ്മുടെ NSSന്റെ രൂപം കൊള്ളലിന് ഔദ്യോഗികമായ തുടക്കം വന്നതെന്ന്, അല്ലെങ്കിൽ തുടക്കമുണ്ടായതെന്ന് പറയാം, ഡോക്ടർ എസ് രാധാകൃഷ്ണനിലൂടെ ഔദ്യോഗികമായിട്ടുള്ളത്. ഗാന്ധിജിയുടെ ആശയത്തിലൂന്നി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ കമ്മീഷനിലൂടെ അതിന് തുടക്കമായി. അതാണ് ഇവർക്ക് രണ്ടുമുള്ള പ്രാധാന്യം. രണ്ടുപേരെ കുറിച്ച് നമ്മൾ പിന്നീട് വീണ്ടും കാണുന്നതാണ്. സ്വാമി വിവേകാനന്ദനെ കുറിച്ചോ? NSSന്റെ മോട്ടോ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ, നോട്ട് മീ ബട്ട് യു. വളരെ മഹത്തരമായൊരു മോട്ടോ, നോട്ട് മീ ബട്ട് യു.
നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് ഇതിനപ്പുറം ഒരു മോട്ടോ ഉൾക്കൊള്ളാനില്ല. നോട്ട് മീ, ഞാനല്ല, എനിക്കല്ല പ്രാധാന്യം. ബട്ട് യു, ദ ഇമ്പോർട്ടൻസ് ഈസ് ടു യു. നമ്മുടെ മുമ്പിലുള്ള ആളിന് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സമൂഹത്തിനാണ് പ്രാധാന്യം, എനിക്കല്ല. അഹം എന്ന ബോധം നമ്മുടെ വഴി ഇല്ലാതാവുന്നു. നാം എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ, ഞാൻ എന്നുള്ള ഭാവം ഇല്ലാതായി മറ്റുള്ളവന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക. അതിൽ പരം വലിയ ആശയമുണ്ടോ? ദ തിങ്സ് ഡൺ ബൈ മീ ആർ നോട്ട് ഫോർ മീ ബട്ട് ഫോർ യു, ദ സൊസൈറ്റി. ഞാൻ ചെയ്യുന്നതൊന്നും എനിക്ക് വേണ്ടിയല്ല, ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ തയ്യാറാകുന്നത് ഒന്നും എനിക്ക് വേണ്ടിയല്ല, ഈ സമൂഹത്തിന് വേണ്ടിയാണ്. എന്റെ പ്രവർത്തികളും എന്റെ ചിന്തകളും ഒക്കെ ഈ സമൂഹത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഇത് ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നതും ഭാവിയിൽ NSS വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്ന ഒന്നും നിങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്, സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയാണ്. അത്രയും മഹത്തായ ഈ മോട്ടോ നോട്ട് മീ ബട്ട് യു, ഓർത്തിരിക്കുക, നോട്ട് മീ ബട്ട് യു, നമ്മുടെ NSSന്റെ മോട്ടോ. ഇതെടുത്തിട്ടുള്ളത് മഹാനായ സ്വാമി വിവേകാനന്ദന്റെ പ്രബോധനങ്ങളിൽ നിന്നാണ്. ഈ മോട്ടോ അദ്ദേഹമാണ് നമുക്ക് സംഭാവന. അദ്ദേഹം നമുക്ക് വേണ്ടി സംഭാവന ചെയ്തതല്ല, നമ്മൾ അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളിൽ നിന്ന് നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആശയങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് യോജിക്കുന്ന ഒരു മോട്ടോ ആയിട്ട് ഇതിനെ തെരഞ്ഞെടുത്തതാണ്. നോട്ട് മീ ബട്ട് യു. ഇതാണ് ഇവർ മൂന്നുപേരും നമ്മുടെ ഈ നാഷണൽ സർവീസ് സ്കീമുമായി അഭേദ്യമായ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ചിന്താധാരകളിൽ ഊന്നിയാണ് നമ്മുടെ മുന്നോട്ട് പോക്കെന്ന് പറയാം. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നിർവചനമാണ്. മഹാത്മാഗാന്ധി വിദ്യാഭ്യാസത്തിന് കൊടുത്തുള്ള നിർവചനമാണ്. ഒരു വ്യക്തിയുടെ സർവ്വതോന്മുഖമായ വളർച്ചയാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിലുള്ള എല്ലാ സവിശേഷതകളുടെയും വളർച്ച. വിദ്യാഭ്യാസം പൂർണ്ണമായി എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല എങ്കിലും ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ജന്മസിദ്ധമായി കിട്ടിയതോ അല്ലെങ്കിൽ അയാൾക്ക് അല്ലാതെ ആർജിക്കാൻ കഴിയുന്നതോ ആയ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളെയും പൂർണ്ണതോതിൽ മിനുക്കിയെടുക്കുമ്പോഴാണ്, എല്ലാ രീതിയിലും അദ്ദേഹത്തിന് മാനസികമായ വ്യക്തിപരമായ വളർച്ച ഉണ്ടാകുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമായി എന്ന് പറയുന്നത്. അതാണ് വിദ്യാഭ്യാസം, ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ. അതാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ ഡെഫിനിഷൻ. ഇതിവിടെ പറയാൻ കാരണം, നാഷണൽ സർവീസ് സ്കീമിന്റെ ലക്ഷ്യവും വ്യത്യസ്തമല്ല. വിദ്യാഭ്യാസ ലക്ഷ്യം ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസമാണെങ്കിൽ, അത് നമ്മൾ വിദ്യാഭ്യാസത്തിൽ സാധാരണ സിലബസിലൂടെ അറിവ് ആർജിക്കുന്നുവെങ്കിൽ, ഇവിടെ നാഷണൽ സർവീസ് സ്കീം സാമൂഹ്യ സേവനത്തിലൂടെ ഇത് ആർജിക്കുകയാണ്, അറിവ് ആർജിക്കുകയാണ്. സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വളർച്ച ആർജിക്കുകയാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ സർവീസ് എന്നുള്ളതാണ് നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രധാന ലക്ഷ്യം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ്. സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികാസം. വ്യക്തിത്വ വികാസം കലാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമല്ല ആർജിക്കാൻ കഴിയുന്നത്. സമൂഹത്തിലിറങ്ങി വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ, വിവിധ തരക്കാരായ ആളുകളോട് ഇടപെടുമ്പോൾ നമുക്ക് സ്വാഭാവികമായും വന്നു ഭവിക്കാം നമ്മുടെ വ്യക്തിത്വത്തിലുള്ള വികാസം. ആ വിദ്യാഭ്യാസത്തെയാണ് അല്ലെങ്കിൽ ആ വ്യക്തിത്വ വികാസത്തെയാണ് നാഷണൽ സർവീസ് സ്കീം ലക്ഷ്യമിടുന്നത്. എന്ന് പറഞ്ഞാൽ NSSന്റെ ലക്ഷ്യം തന്നെയാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് തീർത്തും പറയാം, നാഷണൽ സർവീസ് സ്കീം ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. ഒരു കോ കരിക്കുലാർ ആക്ടിവിറ്റി എന്നല്ല ഇതിനെ പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കരിക്കുലാർ ആക്ടിവിറ്റി എന്നല്ല നമുക്ക് ഇതിനെ പറയാം. ഇതൊരു കരിക്കുലാർ ആക്ടിവിറ്റി തന്നെയാണ്. കരിക്കുലം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സിലബസ്, നമ്മുടെ പഠന പദ്ധതി എന്താണോ ലക്ഷ്യമിടുന്നത്, അത് തന്നെയാണ് നാഷണൽ സർവീസ് സ്കീം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, NSS is not an extra curricular activity. NSS is not a co-curricular activity. It is a curricular activity. അതൊരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. കാരണം വിദ്യാഭ്യാസം എന്താണോ ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് നാഷണൽ സർവീസ് സ്കീം ലക്ഷ്യമിടുന്ന വ്യക്തിത്വ വികാസം. വിദ്യാഭ്യാസം, സാധാരണ വിദ്യാഭ്യാസം, അത് സിലബസിലൂടെ, കലാലയത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുറികളുടെ പഠനത്തിലൂടെ നേടുമ്പോൾ, നാഷണൽ സർവീസ് സ്കീം അത് നേരെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി പ്രവർത്തിച്ച് അത്തരം പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിത്വ വികാസം ആർജിക്കുന്നു. രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ 7 evils, 7 സാമൂഹ്യ തിന്മകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വഭാവ മഹിമയില്ലാത്ത വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഗുണം സ്വഭാവ മഹിമ ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ പെരുമാറ്റ രീതിയും ഒക്കെ, നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരത്തെയൊക്കെ
പരിപോഷിപ്പിച്ചെടുക്കലായിരിക്കണം വിദ്യാഭ്യാസം. അതില്ലാതെ പോകുന്ന വിദ്യാഭ്യാസം, സ്വഭാവത്തെ പരിപോഷിപ്പിക്കാൻ പറ്റാത്ത വിദ്യാഭ്യാസം ലക്ഷ്യം നേടുന്ന വിദ്യാഭ്യാസമല്ല, അത് തിന്മയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സാമൂഹ്യ തിന്മകളിൽ ഒന്നാണ് അധ്വാനിക്കാതെ കിട്ടുന്ന സമ്പാദ്യം, അധ്വാനമില്ലാത്ത സമ്പാദ്യം, ത്യാഗം ചെയ്യാത്ത, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമുള്ള ആരാധന, ത്യാഗമില്ലാത്ത ആരാധന, ധാർമ്മികതയില്ലാത്ത, ലാഭം മാത്രം ലക്ഷ്യമാക്കിയ വാണിജ്യം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയം. തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ യാതൊരു പോളിസികളും ഒരു ആദർശങ്ങളും ഇല്ലാത്ത ചില രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, നമ്മളിപ്പോഴും കാണുന്നവരല്ലേ. അത്തരം രാഷ്ട്രീയം, രാജ്യത്തിന് വേണ്ടിയല്ലാത്ത, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയല്ലാത്ത, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം, മനസ്സാക്ഷിയില്ലാത്ത ഉപഭോഗം, ഈ ഭൂമിയിലെ വിഭവങ്ങളെ യാതൊരു മനസ്സാക്ഷിയില്ലാതെ ഉപയോഗിച്ച് തീർക്കുക, മാനവികതയില്ലാത്ത ശാസ്ത്രം. സയൻസ് എപ്പോഴും മനുഷ്യന് വേണ്ടിയാവണം. മനുഷ്യന്റെ നാശത്തിലേക്ക് നയിക്കുന്ന സയൻസ് അത് തീർച്ചയായും തിന്മ തന്നെയാണ്. ഈ 7 സാമൂഹിക തിന്മകളാണ് മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചിട്ട്. അതിലേറ്റവും ഒന്നാമതായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും പ്രശ്നമുള്ള തിന്മ ആദ്യം പറഞ്ഞത് തന്നെയാണ് സ്വഭാവമഹിമയില്ലാത്ത വിദ്യാഭ്യാസം. സ്വഭാവമഹിമയില്ലാത്ത വിദ്യാഭ്യാസം എന്ന ആ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും പറ്റിയ ഒരു മാധ്യമമാണ്, അല്ലെങ്കിൽ ഏറ്റവും പറ്റിയ ഒരു ഏജൻസിയാണ് നമ്മുടെ നാഷണൽ സർവീസ് സ്കീം. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നാഷണൽ സർവീസ് സ്കീമിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്. ഇവിടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, മനുഷ്യത്വം വികസിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. അതിന് ബൗദ്ധിക പരിശീലനം മാത്രം മതിയാകില്ല, ഹൃദയത്തെയും ആത്മതലങ്ങളെയും പരുവപ്പെടുത്തണം. നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാകണമെങ്കിൽ അവിടെ മനുഷ്യത്വം വികസിക്കണം. സ്വന്തം മുന്നിൽ നടക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയെ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അവിടെ നമ്മുടെ മനുഷ്യത്വമില്ലായ്മയാണ്. അവിടെ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് യാതൊരു ഗുണവുമില്ല. നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായ കാലത്ത് ഒരുപാട് മനുഷ്യത്വത്തിന്റെ മുഖങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഇത്തരം മനുഷ്യത്വത്തിന്റെ കാഴ്ചകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന അതാണ്, വിദ്യാഭ്യാസം പൂർണ്ണമാകണമെങ്കിൽ മനുഷ്യത്വം വികസിക്കണം. അതിന് ബൗദ്ധികമായ പരിശീലനം കൊണ്ട് മാത്രം മതിയാവില്ല, ബുദ്ധിപരമായ ക്ലാസ് റൂമുകളിലെ പരിശീലനം മാത്രമല്ല, അത് ഹൃദയത്തെ അല്ലെങ്കിൽ ആത്മതലങ്ങളെ പരുവപ്പെടുന്നു. നമ്മൾ മറ്റുള്ളവരോട് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ആത്മാവിന്റെ ഒരു അവസ്ഥ പരുവപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കണ്ണീര് കണ്ടാൽ അലിയുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കാനുള്ള കഴിവുള്ളതായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ ആ ഒരു എലമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നതാണ് നാഷണൽ സർവീസ് സ്കീം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളതും ഏതാണ്ട് ഇതേപോലെ ആശയത്തിൽ ഊന്നിയുള്ള ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. മനുഷ്യനിലെ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. മനുഷ്യനിലെ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. മനുഷ്യൻ പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉള്ളിലുള്ള പൂർണ്ണമായ അവന്റെ ഭാവങ്ങൾ, അവന്റെ ആത്മാവിഷ്കാരം പുറത്തേക്ക് എത്തണമെങ്കിൽ അതിന് വിദ്യാഭ്യാസത്തിലൂടെ കഴിയുള്ളൂ. അവിടെയും വിദ്യാഭ്യാസത്തിൽ അവന്റെ എല്ലാ വ്യക്തിപരമായ കഴിവുകളും പുറത്തു കൊണ്ടുവരുവാൻ ഇത്തരം എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, മനുഷ്യനോടുള്ള അവന്റെ സഹവർത്തിത്വം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിർവചനത്തിലും നമുക്ക് മനുഷ്യന്റെ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു നിർവചനത്തിലും നമ്മുടെ NSSന്റെ സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ രൂപം കൊണ്ടുവന്ന ചരിത്രത്തിലേക്ക് പോവാം. മുമ്പ് സൂചിപ്പിച്ചതാണ്, ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഉണ്ടായ ഒരു ഏജൻസി എന്ന് പറയുന്നത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 1948 രൂപീകൃതമായ UGC ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്ര നന്മയ്ക്കായി ഒരു സന്നദ്ധ സേവനം, സാമൂഹ്യ സേവനം ചെയ്യുന്നുള്ള സംവിധാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്നതിന് കുറിച്ച് ആലോചിക്കാനാണ് അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാക്കിയത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതിനകത്തിൽ റെക്കമെൻഡ് ചെയ്തതും അത്തരം ഒരു സംവിധാനത്തെ കുറിച്ചാണ്. 1948 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിലൂടെ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമായ, വിദ്യാഭ്യാസത്തോടൊപ്പം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തു. ക്യാമ്പസിനെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി ഈ റിപ്പോർട്ടിൽ.
അതേ തുടർന്ന് 1950 സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ചേർന്നപ്പോൾ അവരുടെ യോഗത്തിൽ വിദ്യാർത്ഥികൾ സന്നദ്ധ കായിക സേവനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അതിനുശേഷം 1952 ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ വിദ്യാഭ്യാസത്തിൽ സാമൂഹ്യ സേവനത്തിന്റെ പ്രാധാന്യത്തിന് ഊന്നൽ കൊടുക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളുണ്ടായി. 1959 സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം ചേർന്നു. അവിടെ ദേശീയ സേവന പദ്ധതിയെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുകയും അതിന് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. നാഷണൽ സർവീസ് കമ്മിറ്റി എന്ന പേരിൽ 1959 ഓഗസ്റ്റ് 28 ഡോക്ടർ CD ദേശ്മുഖിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ രൂപീകൃതമായി. അദ്ദേഹത്തിന്റെ പ്രധാന ശുപാർശ ഇതായിരുന്നു: നിർബന്ധിത രാഷ്ട്ര സേവനം. അത് 3 രീതിയിലുള്ള നിർബന്ധിത രാഷ്ട്ര സേവനമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഒന്ന് സൈനിക സേവനം. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് നമ്മൾ NCC നാഷണൽ കേഡറ്റ് കോർപ്സ് എന്ന പ്രസ്ഥാനമുണ്ടാക്കുന്നത്. സാമൂഹിക സേവനം വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തു. അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് നമ്മൾ നാഷണൽ സർവീസ് സ്കീം ഉണ്ടാക്കിയത്. കായികാധ്വാനം വേണ്ടി വരുന്ന മേഖലകൾക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് NSO നാഷണൽ സ്പോർട്സ് ഓർഗനൈസേഷൻ എന്ന സംഘടന ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഇത് നിർബന്ധിതമായിരുന്നു എന്നുള്ളതാണ്. നിർബന്ധിത ദേശീയ സേവനമാണ്. അത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് കോളേജിലോ യൂണിവേഴ്സിറ്റികളിലോ ചേരുന്നതിന് മുമ്പായി 9 മാസം മുതൽ 1 വർഷം വരെയുള്ള നിർബന്ധിത ദേശീയ സേവനമാണ് അദ്ദേഹം വിഭാവന ചെയ്തത്. ആ ഒരു ഘടകം, ആ നിർബന്ധിത രാഷ്ട്ര സേവനം എന്നുള്ളത് പിന്നീട് പുനഃപരിശോധിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയുണ്ടായി. നിർബന്ധിതമായ രാഷ്ട്ര സേവനം വേണ്ട, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് പിന്നീട് 1960 KG സൈദിയൻ കമ്മീഷനെ നിയോഗിക്കുന്നത്. CD ദേശ്മുഖ് കമ്മീഷന്റെ നിർബന്ധിത രാഷ്ട്ര സേവനം എന്നുള്ള ഘടകവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക ബാധ്യതകളും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് പ്രശ്നമുണ്ടാക്കി. അതുകൊണ്ടാണ് 1960 KG സൈദിയൻ ചെയർമാനായ ഒരു കമ്മീഷനെ കൂടി നിയോഗിക്കുകയുണ്ടായി. അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന സാമൂഹ്യ സേവന പദ്ധതികളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പേര് തന്നെ നാഷണൽ സർവീസ് ഫോർ ദ യൂത്ത് എന്നായിരുന്നു. ഈ നാഷണൽ സർവീസ് ഫോർ ദ യൂത്ത് എന്നുള്ള ആ റിപ്പോർട്ടിന്റെ പേരിൽ നിന്നാണ് പിന്നീട് നമ്മൾ നാഷണൽ സർവീസ് സ്കീം എന്ന് ഈ പദ്ധതിക്ക് പേര് കൊടുത്തതുപോലും. സാമൂഹ്യ സേവന പദ്ധതിയുടെ നടത്തിപ്പിന് ആവശ്യമായ ശുപാർശകൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പിന്നീട് 1964 നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിൽ DS കോത്താരിയുടെ നേതൃത്വത്തിൽ, അതിനെ അറിയപ്പെടുന്നത് കോത്താരി കമ്മീഷൻ എന്നാണ്, ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വളരെ വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായ പല നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. DS കോത്താരിയുടെ, ദൗലത് സിംഗ് കോത്താരി. അദ്ദേഹത്തിന്റെ നാഷണൽ സർവീസ് സ്കീമുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഇതായിരുന്നു: എല്ലാ തലങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ സേവനം ഉണ്ടായിരിക്കണം, ചെയ്യാൻ അവസരമുണ്ടായിരിക്കണം എന്ന് അദ്ദേഹം ശുപാർശ ചെയ്തു. അതേ തുടർന്ന് നാഷണൽ സർവീസ് സ്കീം അല്ലെങ്കിൽ ഈ ദേശീയ സേവന പദ്ധതിയെക്കുറിച്ച് കാര്യമായ ചിന്തകൾ ഉണ്ടാവുന്നു. 1969 വീണ്ടും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം ചേരുന്നു. അവിടെയും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ 1969 മെയ് മാസത്തിൽ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥി പ്രതിനിധികളുടെ ഒരു കോൺഫറൻസ് വിളിക്കുകയുണ്ടായി. അവിടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിലെ തീരുമാനം, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ചർച്ച ചെയ്യപ്പെടുന്നു.
അങ്ങനെ 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഇത് നടപ്പിലാക്കുന്നതിനാവശ്യമായ 5 കോടി രൂപ വകയിരുത്തുകയുണ്ടായി. 1969 സെപ്റ്റംബർ 24 അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഡോക്ടർ VKRV റാവു നാഷണൽ സർവീസ് സ്കീമിന്റെ ഔദ്യോഗിക രൂപീകരണം പ്രഖ്യാപിച്ചു. 1969 പ്രത്യേകത നമുക്കറിയാം. മഹാത്മജിയുടെ ജന്മശതാബ്ദി വർഷമാണ്. 1869 അദ്ദേഹം ജനിച്ചത്. മഹാത്മജിയുടെ ആശയങ്ങളധിഷ്ഠിതമായ ഈ പ്രസ്ഥാനത്തിന് രൂപം കൊള്ളാൻ അങ്ങനെ മഹാത്മജിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ തന്നെ സാധിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും സെപ്റ്റംബർ 24 രൂപീകരിച്ചത് 1969 സെപ്റ്റംബർ 24 ആയതുകൊണ്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 24 NSS ദിനമായി നാഷണൽ സർവീസ് സ്കീം ദിനമായി ആഘോഷിക്കുന്നത്. ഓർത്തിരിക്കുക, NSS ഡേ സെപ്റ്റംബർ 24. അടുത്തതായി നാഷണൽ സർവീസ് സ്കീമിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതിന്റെ പൊതുലക്ഷ്യം സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികാസം എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത് വ്യക്തിത്വ വികാസമാണ്. നാഷണൽ സർവീസ് സ്കീം ലക്ഷ്യമിടുന്നതും വ്യക്തിത്വ വികാസം തന്നെയാണ്. സാധാരണ വിദ്യാഭ്യാസം പുസ്തകത്താളുകളിലൂടെ ക്ലാസ് മുറികളിലൂടെ ആർജിക്കുന്ന വ്യക്തിത്വ വികാസത്തിൽ ലക്ഷ്യമിടുന്നുവെങ്കിൽ നാഷണൽ സർവീസ് സ്കീം അത് സാമൂഹിക സേവനത്തിലൂടെ സമൂഹത്തിലെ ഇടപെടലിലൂടെ ആർജിക്കുന്നുവെന്നുമാണ്. ഈ പൊതുലക്ഷ്യം കൂടാതെ ചില സവിശേഷ ലക്ഷ്യങ്ങൾ കൂടി നാഷണൽ സർവീസ് സ്കീമിനുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തെ മനസ്സിലാക്കുക. താൻ ജീവിക്കുന്ന സമൂഹത്തിലെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. തൻ്റെ സമൂഹത്തെ അറിയുക. ആ സമൂഹത്തിന് തന്നെ കൊണ്ടുള്ള ആവശ്യം മനസ്സിലാക്കുക. അവിടെ ഇടപെടാനുള്ള ഒരു മനസ്സുണ്ടാവുക. രണ്ടാമതായി സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ വളണ്ടിയർമാർ സ്വയം വിശകലനത്തിനും കണ്ടെത്തലിനും അവസരം നൽകുക. താൻ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ സ്വയം വിശകലനം ചെയ്യാം. താൻ ആരാണ്, തനിക്ക് എന്താണ് ഈ സമൂഹത്തിൽ ഇടപെടാനുള്ള സാധ്യതകളുള്ളത്, എന്തൊക്കെ സാധ്യതകളാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങൾ സമൂഹത്തിനുണ്ട്, അതിൽ നമുക്ക് ഇടപെടാവുന്ന മേഖലകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മൂന്നാമതായി സമൂഹത്തിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിനായി പ്രയത്നിക്കുക. നമ്മളെ കൊണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനും അത് പരിഹരിച്ചു കൊടുക്കാനും സഹായിക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. നമ്മൾ ഓരോ പ്രകൃതി ദുരന്ത മുഖങ്ങളിലും മറ്റും നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ കാഴ്ചവെച്ച അനിതസാധാരണമായ പ്രവർത്തനങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. അത് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കാഴ്ച നമുക്ക് തീർച്ചയായും പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിന്റെ ദുരന്തമുഖത്തും നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടിയർമാർ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറുന്നുണ്ട്. നാലാമതായി സാമൂഹ്യ ബോധവും പൗരബോധവും വളർത്തിയെടുക്കുക. സാമൂഹ്യ ബോധവും ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ വളണ്ടിയറിൽ പൗരബോധം സൃഷ്ടിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു NSS. അഞ്ചാമതായി തൻ്റെ അറിവും കഴിവും വ്യക്തിഗതമായ അല്ലെങ്കിൽ സാമൂഹികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. താൻ ആർജിച്ച അറിവും തൻ്റെ ശേഷികളും ഒക്കെ സമൂഹത്തിൻ്റെയും തൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുക. ആറാമതായി സാമൂഹിക ജീവിതത്തിനും ഉത്തരവാദിത്തം പങ്കുവെക്കുന്നതിനുമുള്ള ശേഷി വികസിപ്പിക്കുക. സമൂഹത്തിലേക്ക് ഇടപെടുന്നത് തന്നെ അതിനുവേണ്ടിയാണ്. സമൂഹത്തിലെ വിവിധ തരക്കാരായ ആളുകളോട് ഇടപെടാനും പൊതുവായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു സാമൂഹിക ജീവിതത്തിന് അവനെ പ്രാപ്തനാക്കാനും ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യാൻ പങ്കുവെക്കാനും ഒക്കെ ശേഷി നമ്മുടെ വോളണ്ടിയർമാരിൽ വികസിപ്പിക്കുക, നിങ്ങൾ വികസിപ്പിച്ചെടുക്കുക. ഇതൊക്കെ NSSന്റെ ലക്ഷ്യമാണ്. ഏഴാമതായി ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഉതകുന്ന കഴിവുകൾ നേടിയെടുക്കാനുള്ള അവസരം നൽകുക. എപ്പോഴും നമുക്ക് ഒന്നിച്ച് ഉള്ള പ്രവർത്തനങ്ങളാണ് NSS ലക്ഷ്യമിടുന്നത്. നമ്മൾ മാത്രമല്ല, എല്ലാത്തരം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളെ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും നമ്മൾ കണ്ടറിഞ്ഞ പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ സഹായത്തോടെ എങ്ങനെ അത് പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അടുത്തായി നേതൃപാഠവും ജനായത്ത മനോഭാവം ആർജിക്കാം. ലീഡർഷിപ്പ് ക്വാളിറ്റികൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വോളണ്ടിയർമാർ സ്വാഭാവികമായും ലീഡർഷിപ്പ് ക്വാളിറ്റികൾ ആർജിക്കുന്നുണ്ട്. ഒരു ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്, ജനായത്ത മനോഭാവം ആർജിക്കുന്നുണ്ട്. അടുത്തായി പ്രതിസന്ധികളെയും അടിയന്തര സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നേടുക. സമൂഹത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും പ്രതിസന്ധികൾ ഉയർന്നു വരാം, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ.
അതൊക്കെ ടാക്കിൾ ചെയ്യാൻ, അതൊക്കെ പരിഹരിക്കാൻ, അതൊക്കെ തരണം ചെയ്യാൻ ഓട്ടോമാറ്റിക്കായി ഒരു വളണ്ടിയർ പരിശീലിക്കുന്നു NSSലൂടെ. അത് അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ദേശീയോദ്ഗ്രഥനവും സാമൂഹിക സൗഹാർദ്ദവും പാലിക്കുന്നതിനുള്ള അവസരം നൽകുക. ദേശീയോദ്ഗ്രഥന മനോഭാവവും സാമൂഹിക, രാഷ്ട്രീയ അല്ലെങ്കിൽ മതപരമായ സൗഹാർദ്ദം ഒക്കെ പാലിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും നമ്മൾ NSSലൂടെ ലക്ഷ്യമിടുന്നു. ഇതൊക്കെയാണ് NSS മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ. അടുത്തതായി നമ്മൾ നോക്കുന്നത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ എംബ്ലമാണ്. നിങ്ങൾക്ക് പരിചിതമാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ എംബ്ലം. ഒരു ചക്രമാണ്. ഈ ചക്രത്തിൻ്റെ ഉള്ളിൽ ചുവന്ന നിറം കൊടുത്തിട്ടുണ്ട്. ചക്രത്തെ ചുറ്റി ഒരു നീലപ്രതലവും അതിൽ നാഷണൽ സർവീസ് സ്കീം എന്ന് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. നമ്മൾ എംബ്ലമായി സ്വീകരിച്ചിട്ടുള്ള ചക്രം ഒറീസയിലെ കൊണാർക്ക് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യക്ഷേത്രത്തിൻ്റെ രഥചക്രമാണ്. നമുക്കറിയാം, ചക്രങ്ങളൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തെയാണ് സൂചിപ്പിക്കുന്നത്, മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. നാഷണൽ സർവീസ് സ്കീം പോലെയുള്ള പുരോഗമനപരമായ ഒരു പ്രസ്ഥാനം തീർച്ചയായും സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഇതിലെ പ്രവർത്തനത്തിലൂടെ മുന്നേറുമ്പോൾ വ്യക്തിപരമായി, അവരുടെ ബൗദ്ധികമായി എല്ലാ തലങ്ങളിലും മുന്നേറുന്നു. ഒപ്പം അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമൂഹത്തെയും ഈ രാഷ്ട്രത്തെയും പുരോഗതിയുടെ പാതയിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് മുന്നോട്ടുള്ള പോക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ചക്രം നമ്മൾ NSSന്റെ എംബ്ലമായി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിലെ ചുവന്ന നിറം എനർജിയെ സൂചിപ്പിക്കുന്നു, യുവത്വത്തിൻ്റെ പ്രസരിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിലെ വളണ്ടിയേഴ്സായ നിങ്ങളുടെ ചുറുചുറുക്കിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ചുവന്ന നിറം. ചുറ്റുമുള്ള നീലനിറം പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ NSS എന്ന് പറയുന്ന ചക്രം അനസ്യൂതം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, മുന്നേറ്റമുണ്ടാക്കിക്കൊണ്ട് യാത്ര തുടരുകയാണ്. ചക്രത്തിന് 8 ആരക്കാലുകൾ കാണാം. നിങ്ങൾ 8 കാലുകൾ സൂചിപ്പിക്കുന്നത് ഒരു ദിവസത്തിലെ 8 യാമങ്ങളെയാണ്. യാമങ്ങൾ എന്ന് പറയുന്നത് പഴയ കണക്കാണ്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള സമയത്തെയാണ് യാമം എന്ന് വിളിക്കുന്നത്. അങ്ങനെ 8 യാമങ്ങൾ, 3 മണിക്കൂറുള്ള 8 യാമങ്ങൾ കൂടിയാണ് ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടാകുന്നത്. 8 യാമങ്ങളെ സൂചിപ്പിക്കുന്നു പറയുമ്പോൾ ഈ 8 യാമങ്ങളിലും സന്നദ്ധ സേവനത്തിന് നാം തയ്യാറാണെന്നുള്ളതാണ്. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ് നാഷണൽ സർവീസ് സ്കീം. ഈ കാര്യം ഓർപ്പിക്കാനാണ് 8 ആരക്കാലുകൾ ഉണ്ടായിട്ടുള്ളത്. സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ സേവനത്തിൽ സ്വയം നഷ്ടപ്പെടുക എന്നതാണ് എന്ന് ഉദ്ബോധിപ്പിച്ച മഹാത്മജി അടക്കമുള്ള ഒരുപാട് മഹാരഥന്മാരുടെ ചിന്താസരണിയിൽ നിന്ന് ഉറവൂറിയ ആദർശങ്ങളിൽ അധിഷ്ഠിതമാണ് നാഷണൽ സർവീസ് സ്കീം. കഴിഞ്ഞ 51 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയിലെ കൗമാരക്കാരായ വിദ്യാർത്ഥികളെ തങ്ങളുടെ സമൂഹവുമായി ബന്ധപ്പെടുത്തി അവർക്കായത് സമൂഹത്തിന് നൽകുവാനും സമൂഹത്തിൽ ഇടപെടുമ്പോഴുണ്ടാകുന്ന അറിവുകൾ ആർജിക്കുവാനും അതിലൂടെ അവരെ മികച്ച പൗരന്മാരാക്കി വളർത്തിയെടുക്കുവാനും നാഷണൽ സർവീസ് സ്കീമിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നാഷണൽ സർവീസ് സ്കീമിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം. മറ്റുള്ളവരുടെ സേവനത്തിൽ സ്വയം നഷ്ടപ്പെട്ട് നമുക്ക് നമ്മെ സ്വയം കണ്ടെത്താം. മനസ്സ് നന്നാവട്ടെ.